കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടി ട്രിപ്പിൾ വോട്ടിന്റെ കാര്യം സൂചിപ്പിച്ച് സുരേഷ് ഗോപിയെ കുമ്പിടി എന്ന് വിളിച്ചാണ് പരിഹാസം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള പരിഹാസത്തിൽ പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം. സുനിഷ അയ്യല്ലൂർ, പോണ്ടിച്ചേരി, തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം, കുമ്പിടി. മന്ത്രി നല്ല ഫോമിലാണല്ലോ വിമർശനത്തിൽ. അതെ സുജിയ, പലപ്പോഴും അത്തരം വിമർശനങ്ങളിൽ മന്ത്രി വി ശിവൻകുട്ടി എല്ലാ കാലത്തും ഇതേ രീതിയിലുള്ള ഫോമിലാകാറുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപിക്കെതിരെയാണ്. അതായത് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ട്രിപ്പിൾ വോട്ട് ആരോപണം അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പോണ്ടിച്ചേരി, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ ഇങ്ങനെ കുമ്പിടി എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ ജില്ലകളിലെ കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ പറയാതെ പറയുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ പറഞ്ഞതാണ്, തദ്ദേശ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് വോട്ടുള്ളത്. പക്ഷേ ഈ തൃശൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലേക്ക് വോട്ട് മാറ്റുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നാലെ തന്നെ സഹോദരനും ബന്ധുക്കൾക്കും അടക്കം കൊല്ലത്തും തൃശൂരുമെല്ലാം വോട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വോട്ടുള്ള ആൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുമ്പിടി എന്നൊരു പ്രയോഗം കൊണ്ടാണ് വി ശിവൻകുട്ടി പരിഹസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേരത്തെയുള്ളൊരു കേസ്, പോണ്ടിച്ചേരിയിൽ ഈ തെറ്റായ വിലാസം കൊടുത്തുകൊണ്ട് നികുതി വെട്ടിപ്പിനായി വാഹനം രജിസ്റ്റർ ചെയ്തു എന്നുള്ളൊരു കേസുണ്ട്. ആ കേസിലെ പരാമർശം കൂടി ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോണ്ടിച്ചേരി എന്നൊരു കാര്യം കൂടി മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്നതാണ്. അത്തരത്തിൽ ഏതായാലും വിമർശനം പല ഭാഗങ്ങളിൽ നിന്നും വരികയാണ്. അതിന് 4 വരിയിൽ ഒരുപക്ഷെ 4 സ്ഥലത്തിന്റെ പേരുകൾ ഇട്ടുകൊണ്ട് പൂർണ്ണമായൊരു വിമർശനം സുരേഷ് ഗോപിക്കെതിരായി മന്ത്രി വി ശിവൻകുട്ടി നടത്തുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ നിരവധി ആളുകൾ ഇതിനെ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ തന്നെയും ഈ മന്ത്രി തന്നെ കുമ്പിടിയെന്ന് വിശേഷിപ്പിച്ച് ആ ട്രോൾ അതിപ്പോൾ പൊതുമധ്യത്തിൽ, സമൂഹ മാധ്യമത്തിൽ, ഫേസ്ബുക്കിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.